ഈ രാത്രികാലം ദൈവം നമ്മെ അവിടെ അവിടെ കാത്തു പരിപാലിച്ചു. ഒരു വർഷം നമുക്ക് വേണ്ടുന്നതെല്ലാം തന്ന് ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവസന്നിധിയില് സന്തോഷത്തോടെ ജയത്തോടായിരിക്കാൻ കൃപ ചെയ്ത കർത്താവിനെ ഒരിക്കൽ കൂടി നന്ദിയോ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അവൻ നമുക്കായി ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ ഓർത്ത് എന്തു പകരം കൊടുപ്പാൻ കഴിയും? രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അല്ലാതെ നമുക്ക് പകരം കൊടുപ്പാൻ ഒന്നുമില്ല. ഇന്ന് രാത്രികാലം നമ്മെ കാണുന്ന അറിയുന്ന എല്ലാറ്റിന്റെ മധ്യേയും നമ്മോടൊപ്പം വാസം ചെയ്യുന്ന ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കട്ടെ. അവൻ നമ്മോട് ഇടപെടട്ടെ. ഇന്ന് രാത്രികാലം ഹൃദയങ്ങളെ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ മുൻപിൽ നാം ആയിരിക്കുന്നു. ഒരു വർഷക്കാലം നാം എപ്രകാരം കടന്നുപോയെന്ന് എല്ലാ പേർക്കും നന്നായി അറിയാം. അവിടെ എല്ലാം ദൈവം കരം പിടിച്ചു വഴി നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഇന്ന് രാത്രിയുടെ കാണുവാൻ പകലില് നമുക്ക് വരാമായിരുന്ന സകല ആപത്തുകൾ, അനർത്ഥങ്ങള്, അപകടങ്ങള് എല്ലാറ്റിൽ നിന്നും കർത്താവ് വിടുവിച്ച ഒരു രാത്രി ധന്യമാക്കി തീർത്ത കൃപയ്ക്കായി നന്ദി പറയാം. യഹോവ നമുക്ക് വേണ്ടി സമാപ്തി വരുത്തേണ്ടതിന് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഒന്ന് പകർന്നാട്ട. അവന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിന്, അവന്റെ വചനം നമുക്ക് ശക്തി നൽകേണ്ടതിന്, കേൾക്കുന്നതെല്ലാം ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതിന്, കരുതിക്കൊള്ളേണ്ടതിന്, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുവാൻ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് തുണ നിൽക്കേണ്ടതിന് നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? ദൈവാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കട്ടെ. വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറല്ല, കർത്താവ് മുദ്രയിട്ട് അനേകരെ ഇതിനകത്ത് കൂട്ടി വരുത്തട്ടെ. ഈ പ്രാർത്ഥന അനേകർക്ക് വിടുതലിനും ഉദ്ധാരണത്തിനും കാരണമായി തീരട്ടെ. യഹോവ നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് നാം മനുഷ്യനെ പേടിക്കേണ്ടതില്ല. അവൻ എന്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? അതാ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, യഹോവ എന്റെ പക്ഷത്തുണ്ടെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും ഈ രാത്രികാലം? ഓ അതെ, അത് പറയുവാനല്ല, നമ്മുടെ കണ്ണുകൊണ്ട് അത് ദർശിക്കുവാൻ, അനേകർക്ക് ആ ദർശനം നമുക്ക് പകർന്നു കൊടുപ്പാൻ ഇന്ന് രാത്രികാലം നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും വ്യക്തമായി പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ നിഴൽ നമ്മുടെ മേൽ പതിക്കേണ്ടതിന്, അവന്റെ ആത്മാവ് നമ്മെ നയിക്കേണ്ടതിന്, നടത്തേണ്ടതിന് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? അന്തരീയന്ത്രമായി ശോധന ചെയ്യുന്ന ഒരു യഹോവ നമുക്ക് മുൻപിലായി ഇറങ്ങി വന്നത് കൊണ്ട് നമുക്ക് നന്ദി പറയാം. ഓ റിബനൈസി, അതെ, അവൻ നമ്മുടെ പക്ഷത്തുണ്ട്. നാം പേടിക്കണ്ട, ലജ്ജിക്കേണ്ട. റിഖമന, എന്ത് പ്രതികൂലം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും, മരണകരമായ ആപത്തുകൾ വരട്ടെ, അനർത്ഥങ്ങൾ വരട്ടെ, ഓ റീമന ഘടകന, അതിന്റെ മുൻപിലും നമ്മെ വഴി നടത്തുന്ന ശക്തനാക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നു. അവന്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരമാണ് നമ്മെ ഇന്ന് രാത്രി കാലം പിടിച്ചിരിക്കുന്നത്. നാം ഭയപ്പെടേണ്ട. ഓ റിജൈസിന, അതെ, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ചില പ്രതിഫലങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ദുഷ്ടന്റെ അവകാശത്തെ ഇന്ന് രാത്രി കാലം, നീതിമാന്റെ അവകാശത്തിന്മേൽ ചെങ്കോൽ നീട്ടുന്ന ദുഷ്ടന്മാരുടെ കരങ്ങളെ ഇന്ന് രാത്രികാലം ബന്ധിക്കപ്പെടേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ കണ്ണുകളെ ഉയരത്തിലേക്ക് ഉയർത്തുമാറാകട്ടെ. റിഖമന റിമന, ഇത് എത്ര ദിവസത്തെ പ്രാർത്ഥനയാണെന്ന് വ്യക്തമായി അറിയുന്ന വ്യക്തി ജീവിതങ്ങളാണ് ഇതിനകത്തായിരിക്കുന്നത്. ഇന്ന് രാത്രികാലം നമ്മെ തൊടുവാൻ തക്കവണ്ണം, അവൻ നമ്മെ തൊട്ടു എന്ന് പറയുവാൻ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് സാധ്യമാകും? റിഖാന, അവൻ നമ്മെ തൊട്ടു എന്ന് നാം എങ്ങനെ അറിയും? റേഖാമന റിമന ഹടര ദുരിയ രവനക്ഷ, ചില അന്ധകാര വൈദികയുടെ മേലെ ദൈവാത്മാവ് ഇന്ന് രാത്രികാലം അതെ പരിവർത്തനം അയക്കുവാൻ പോകുകയെ. നിന്നെ കാലാകാലങ്ങളായി മുടിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്ന, എത്ര പ്രാർത്ഥിച്ചാലും വിടുതലില്ലാതെ നിന്റെ ഹൃദയത്തെ അടക്കി വെച്ചിരിക്കുന്ന ചില നിരാശയുടെ മേലെ, വാഴുന്നതായ ചില വൈരികളുടെ മേലെ
ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വ്യക്തമായി നിന്നോട് സംസാരിപ്പാൻ പോകയാ. റീഖമന റിമന ഘടകസ്യ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കപ്പെടും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. റൈജര, എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാൻ ഇതുവരെയും പറഞ്ഞ ഭാഷയല്ല ഇന്ന് രാത്രികാലം എനിക്ക് അവകാശമായി വേണ്ടത്. റൈഖമന, ഞാൻ കാലാകാലങ്ങളായി പ്രസംഗിക്കുന്നത് പോലെയല്ല, ഇനി ഈ വർഷത്തിന്റെ ആരംഭത്തിൽ അവസാനത്തിങ്കൽ അതെ പ്രസംഗിക്കേണ്ടത്. റൈഖമന, നിത്യതയെക്കുറിച്ച് പ്രസ്താവിപ്പാൻ. റിഖമന, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് പ്രസ്താവിപ്പാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇതിനകത്തിരിക്കുന്ന. റീഖമല ഷൗഡാരിയ, എന്റെ വാക്കുകളെ കേൾക്കുന്ന ഹൃദയങ്ങളെ, ചെവികളെ, ഇന്ന് രാത്രികാലം കർത്താവ് നിങ്ങളെ തൊടുവാൻ പോകയാ. റൈഷിന ദവടിയ, അതെ നീക്കി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേലെ, ഇനി അത് നടക്കയില്ല എന്ന് പറഞ്ഞു നീക്കി വെച്ചതായ ചില വിഷയങ്ങളുടെ മേലെ ഈ വർഷാരംഭത്തിങ്കൽ ദൈവാത്മാവ് അതെ ചില പ്രതിക്രിയകൾ ചെയ്ത് രക്ഷിപ്പാൻ പോകയാ. അത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണുവാനും നിന്റെ ചെവി കൊണ്ട് കേൾക്കുന്നതെല്ലാം നിനക്ക് തൊടുവാൻ തക്കവണ്ണം കർത്താവ് നിന്റെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ പോകയാ. ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ദൈവദാസനെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് ദൂതറിയിപ്പാൻ പറയുകയാ. റൈഖന റിമന റെഗന, നീ കാലാകാലങ്ങളായി ചില വിഷയങ്ങളുടെ മുൻപില് തകർന്നവനായി, ഓറിഖമന തകർക്കപ്പെട്ടവനായി, ചുടിയാന വൗഢിയ, ചില വിഷയങ്ങൾ, ചില വ്യക്തി ജീവിതങ്ങൾ നിന്റെ മേലെ വിരൽ ചൂണ്ടി. ലഭിന റൈഖമന, അതെ നിനക്ക് വിരോധമായി സംസാരിച്ചതായ രണ്ട് വിഷയങ്ങളുടെ മേലെ ദൈവാത്മാവ് നിനക്ക് അനുകൂലമായ മറുപടിയുമായി ദൂതനെ അയക്കുവാൻ പോകുകയാ. അത് നിന്റെ കണ്ണ് ദർശിക്കുവാൻ പോകുകയാ, നിന്റെ കാതത് കേൾക്കുവാൻ പോകുകയാ. ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഓ റൈജന ഹസിയ, നീ വിശ്വസിക്ക, ദൈവാത്മാവ് നിനക്ക് വേണ്ടി അതെ ചിലതെല്ലാം ചെയ്തു കഴിഞ്ഞു. അർഖമന, അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നീ പുറപ്പെടുക ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക്. ഇന്ന് രാത്രികാലം ചില വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇതാ പുറപ്പെട്ടു വരികയാ. കാലാകാലങ്ങളായി ലഭിക്കാതെ വണ്ണം നിന്റെ നന്മയെ തടഞ്ഞു വെച്ചതായ, നിന്റെ അനുഗ്രഹത്തെ തകർത്തു കളഞ്ഞതായ ചില അന്ധകാര വൈരിയുടെ മേലെ ഇന്ന് രാത്രികാലം കർത്താവ് നിനക്ക് ജയം നൽകുവാൻ പോകയാ. റൈബന ദുടിയാര ഷർക്കട ആർഗുനിയ റമൽഡ, അതെ നീ കൽപ്പിക്കുവാൻ പോകുകയാ, ആർഗ്യുമെന്റ് ചെയ്യുവാൻ പോകുകയാ. റൈഷലി ഹഷബര ദീറി ജൈഷിക്കന, നീ പ്രാപിക്കുവാൻ പോകുകയാ ചിലതെല്ലാം. ചടി രബന, അതെ ചടകുടഞ്ഞ് എഴുന്നേൽപ്പാൻ പരിശുദ്ധാത്മാവ് നിന്നോട് അതെ തർജനം ചെയ്തു പറവാൻ എന്നെ പ്രബോധിപ്പിക്കയാ. യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ പരിവർത്തിക്കയാ. ജുഡിയ, ജീവനുള്ള ദേഹിയായി ജീവന്റെ വചനത്തെ ഇന്ന് രാത്രികാലം വ്യക്തമായി വിളിച്ചു പറവാൻ നിന്റെ നാവിന് അധികാരം തരുവാൻ പോകയാ. നീ ഭയപ്പെടുന്നവനായിട്ടല്ല, ഭീതിയുള്ളവനായിട്ടല്ല, ധൈര്യശാലിയായി. ഖൊനിയ റൗഡിന രമൽ ഖരാദിയ രൗഡ, അതേ ഘനശാലിയായി ചിലതെല്ലാം പ്രസ്താവിപ്പാൻ നിന്റെ നാവിനെ മുദ്രയിടുവാൻ പോകുകയാ. റൈച്ചകരെ സമ്മാന ഘടകസ്യ, ചില സമ്മാനങ്ങൾ കർത്താവ് പരിശുദ്ധാത്മാവ് നിനക്ക് ദാനമായി നൽകുവാൻ പോകുകയാ. ജരിഗനാസമനെ ഏറക്കേനെ, ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവാത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കട്ടെ, അവന്റെ വചനത്തിൽ കൂടി നമ്മോട് ഇടപെടട്ടെ. റൈഖമന അറിമന, ആത്മാവ് നമ്മുടെ മേൽ ചില പരിവർത്തനങ്ങളെ, പുതുക്കത്തിന്റെ റൈബന ശക്തിയുടെ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് റൈഖമന ചവിട്ടിമതിക്കേണ്ടതിനെ ചവിട്ടിമതിച്ച്, റൈഖമന മുടിച്ചു കളയേണ്ടതിനെ മുടിച്ചു കളഞ്ഞ്, കൽപ്പിക്കേണ്ടതിനെ കൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കേണ്ടതിന് ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? റൈഷബരസിയ, ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാം. ദൈവം നമുക്ക് ആയുസ് തന്ന് ആരോഗ്യം തന്നു എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ അനേകർ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത്, അനേക രോഗികളായി കിടക്കയിലായിരിക്കുമ്പോൾ, റിബന സംസാരിപ്പാൻ കഴിയാതായിരിക്കുമ്പോൾ, ആഹാരം കഴിക്കുവാൻ കഴിയാതവണ്ണായിരിക്കുമ്പോൾ, കിടക്കമേൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ നമുക്ക് ശക്തി തന്ന്
നടക്കുവാനും ഓടുവാനും സംസാരിപ്പാനും ഉള്ള കൃപ തന്ന് നമ്മെ മാനിച്ചനുഗ്രഹിച്ച കരുണയ്ക്കായി ദയയ്ക്കായി നമുക്ക് നന്ദി പറയാം. പരിശുദ്ധനായ യഹോവേ, ഈ രാത്രികാലം അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അനേക ഇടങ്ങളിലായിരുന്ന ഞങ്ങളെ ഒരുമിച്ചകത്ത് ഈ പ്ലാറ്റ്ഫോമിനകത്ത് കൂട്ടിവരുത്തുവാൻ തക്കവണ്ണം കരുണ കാണിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. നാഥാ, അല്പസമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കട്ടെ. ഇതിനകത്ത് ആരെല്ലാം ഇരിക്കുന്നുവെന്നോ, എത്ര പേർ ഇരിക്കുന്നുവെന്നോ അടിയൻ അറിയില്ല. എന്നാൽ എല്ലാവരെയും കാണുകയും അറിയുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ രാത്രികാലം ഞങ്ങളുടെ വചനത്തിന്റെ ശക്തി റിബന അത് റീഖമന വേണ്ട വിധം ഹൃദയങ്ങളിൽ സംഗ്രഹിക്കപ്പെടേണ്ടതിന് അത് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അടിയൻ ഒന്നും അറിയില്ല നാഥ. അങ്ങ് തന്ന വചനമാണ്. ഇന്ന് രാത്രികാലം അത് പ്രസ്താവിപ്പാൻ അടിയനെയും കർത്താവെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നാഥ. റൈഷുഡിയ ഇരിമികസ ദെഗാൽതലിയ അതിനെ വിവേചിപ്പാൻ തക്കവണ്ണം റൈഷപ്ലാറി കനായി സീലു ബൈ സക്രോഡിയ ബോൾഷരഘടകസ്യ അൽജോ ബഹംസി ലൂ ബൈസിക്നാർ ദബണ്ടിരിയ ഡോർത്തിലിയ റാ ചില വാതിലുകൾ തുറക്കുന്നതായി ഇന്ന് രാത്രികാലം തീർക്കേണ്ടതിന് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് രാത്രികാലം ഇതിനായിട്ട് എന്നെ ക്ഷണിച്ചതായ പ്രിയ ദൈവദാസിയോട്, ആ കുടുംബത്തോട്, ഇതിനകത്തിരിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളോടും, എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് എന്റെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രിയ ദേവദാസിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. 1-2 പ്രാവശ്യം ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം എങ്കിലും എന്നെ ക്ഷണിപ്പാൻ പ്രിയ ദൈവദാസി കാണിച്ച ആ സ്നേഹത്തിനായി ഒരിക്കൽ കൂടി ദൈവനാമത്തിലും എന്റെ വ്യക്തിപരമായ നാമത്തിലും എന്റെ കുടുംബത്തിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മെ വ്യക്തമായി തൊടട്ടെ. അവന്റെ വചനങ്ങളെ പ്രസ്താവിപ്പാൻ അടിയന്റെ നാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരു വാക്യം വായിക്കാം. എനിക്ക് ഇന്ന് പകൽക്കാലം നൽകി തന്നതായ ഒരു വചനമാണ്. അപ്പോസ്തല പ്രവൃത്തി ഞാൻ എന്ത് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് തന്നതായ വചനങ്ങളാണ്. ശ്രേഷ്ഠന്മാരായ അനേക ദൈവഭൃത്യന്മാർ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി വചനം സംസാരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും കർത്താവ് എനിക്ക് നൽകി തരുന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളോട് പ്രസ്താവിപ്പാനും സംസാരിപ്പാനും ദൈവം എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വചനമാണ് എനിക്ക് തന്നത്. അത് ഇപ്രകാരം വായിക്കുന്നു. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്ത് അവനെ മിസ്രൈമിനും തന്റെ സർവഗൃഹത്തിനും അധിപതിയാക്കി. മിസ്രൈം ദേശത്തിനും കനാനിലും എല്ലാ ക്ഷാമവും മഹാകഷ്ടവും വന്നാറെ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രൈമിൽ ധാന്യം ഉണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ രണ്ടാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യം ജോസഫ് തന്റെ സഹോദരന്മാരോട് കൂടെ തന്നെ തന്നെത്താൻ അറിയിച്ചു. ജോസഫിന്റെ വംശം ഫറവോന് വെളിവായി വന്നു. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് എനിക്ക് നൽകി തന്ന വചനമാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികള് അതിന്റെ തുടക്കം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ ചില അത്ഭുതങ്ങള്, അടയാളങ്ങള്, വീര്യപ്രവർത്തികളെല്ലാം നടന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ വചനം തന്നെ സ്തഫാനോസിന്റെ ഒരു പ്രസംഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സ്തഫാനോസിനെ പരിശുദ്ധ അഭിഷേകത്താൽ നിറയപ്പെട്ടവനായി, വേർതിരിക്കപ്പെട്ടവനായി, അതിന്റെ മുൻപോട്ടുള്ള വാക്കുകൾ വായിക്കുമ്പോൾ, 2-ാം വചനമൊക്കെ വായിക്കുമ്പോൾ, 2-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം
അവർ കൂടിയിരുന്നിടത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പരിവർത്തിച്ചിട്ട് അത് അവർക്ക് കൊടുത്തതായ പലവിധ ഭാഷകള് അനേകർക്ക് അവരുടെ ഭാഷയിൽ മനസ്സിലാകത്തക്ക നിലയില് യഹൂദന്മാരായ ദൈവജനം അവിടെ അഗ്നിയാൽ പിളർന്ന നാവുകളാൽ അവർക്ക് പ്രത്യക്ഷമായി കൂടിയിരുന്നവരുടെ മേല് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ, ദൈവ മർമ്മങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചപ്പോൾ അവിടെ കൂടി വന്നതായ അതേ ജനം റൈഖമന, ഇവർ ഗലീലക്കാരെന്ന് കണ്ടിട്ട് നമ്മുടെ ഭാഷകളിൽ നാം നമ്മുടെ ദേശത്ത് സംസാരിക്കുന്ന വിവിധ ഭാഷകൾ, അനേക ജാതികളുടെ അല്ലെങ്കിൽ അവിടെ കുറെ പേരുകൾ പറയുന്നുണ്ട്. അവരുടെ എല്ലാം ഭാഷയിൽ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ ആശ്ചര്യം പൂണ്ട്. എന്നാൽ അതിന് മുഖാന്തരം അവരുടെ മേൽ പരിവർത്തിച്ചതായ ചില പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കണ്ടിട്ട് അവരെ മുടിച്ചു കളവാനായിട്ട് നമുക്കത് മുന്നോട്ടുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അവരെ കാരാഗ്രഹത്തിൽ അയക്കുന്നു, പിടിച്ചു കെട്ടുന്നു, അടിക്കുന്നു, പരിഹസിക്കുന്നു, വലിച്ചിഴയ്ക്കുന്നു. ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ശത്രുവായവൻ അടങ്ങിയിരിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ മേൽ പലവിധ കെണികൾ ഒരുക്കി, കുടുക്കുകൾ ഒരുക്കി നമ്മളെ എങ്ങനെ മുടിച്ചു കളയാമെന്ന് ദേശം അല്ലെങ്കിൽ അതിൻ്റെ അധിപതികൾ, അതല്ലെങ്കിൽ മാനുഷികമായ വെല്ലുവിളികൾ, ഞാൻ അതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവനുണ്ടാകുന്നതായ വ്യതിയാനങ്ങൾ. എന്നാൽ പല വചനങ്ങളിൽ, ഉൽപ്പത്തി പുസ്തകത്തിലെ ഒത്തിരി വചനങ്ങളില് ജോസഫിനെ കുറിച്ചുള്ള കാര്യാദികളെ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി 37:11 പറയുന്നുണ്ട്, 37:28 പറയുന്നുണ്ട്, 45:4 പറയുന്നുണ്ട്, സങ്കീർത്തനം 105:17 പറയുന്നുണ്ട്. 9-ാമത്തെ വാക്യം തന്നെ. 10-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി 39:2 വാക്യം പറയുന്നുണ്ട്. 21-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം പറയുന്നുണ്ട്. ഉൽപ്പത്തി 41:37 മുതൽ 40 വരെയുള്ള വചനം പറയുന്നുണ്ട്. ഉൽപ്പത്തി 41:41 പറയുന്നുണ്ട്. 42:6 പറയുന്നുണ്ട്. സങ്കീർത്തനം തന്നെ 105:22 പറയുന്നുണ്ട് 10-ാം വാക്യത്തെ. 11-ാം വാക്യത്തെ ഉൽപ്പത്തി 41:54 മുതൽ 55 വരെ പറയുന്നുണ്ട്. 42:5 വാക്യം പറയുന്നുണ്ട്. സങ്കീർത്തനം 105:16 വാക്യം പറയുന്നുണ്ട്. ഞാൻ എല്ലാം വായിച്ചു പോകുന്നില്ല, ഞാൻ ഇടയ്ക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി 42:1-2 1-3 പറയുന്നുണ്ട്. ഉൽപ്പത്തി 43:2 മുതൽ 15 വരെയുള്ള വാക്യം പറയുന്നുണ്ട്. 13-ാം വാക്യം. ഉൽപ്പത്തി 45:1-4 പറയുന്നുണ്ട്. ഉൽപ്പത്തി 45:16 വാക്യം പറയുന്നുണ്ട്. ഇന്ന് രാത്രി കാലം ജോസഫിനെ നമുക്കറിയാം, തന്റെ സഹോദരന്മാർ ദർശനക്കാരനെന്ന് കണ്ടിട്ട് അവനെ വിറ്റു കളഞ്ഞു. ഇന്ന് രാത്രി കാലം പലപ്പോഴും ദൈവാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ശത്രുവായവൻ നമ്മുടെ മേലെ എഴുന്നേൽക്കാറുണ്ട്. അത് ചിലപ്പോൾ മാനുഷികമായ ബന്ധനങ്ങളിൽ കൂടിയാകാം, അതല്ലെങ്കിൽ പൈശാചിക പോരുകളിൽ കൂടെയാകാം. ഇന്ന് രാത്രി കാലം ഏത് വിധമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കുന്നതിനൊപ്പം തന്നെ ശത്രുവായവൻ നമ്മുടെ മുൻപിൽ കെണിയൊരുക്കുന്നതെന്നോ കൂടൊരുക്കുന്നതെന്നോ നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ദൈവദാസന്മാർ അനേകർ ഇതിനകത്തുണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവദാസന്മാരെ, ഇന്ന് രാത്രി കാലം നമുക്ക് തന്നിരിക്കുന്ന വചനവും പരിശുദ്ധാത്മാവും നമ്മുടെ മേൽ ക്രിയ നടത്തുമ്പോൾ നാം ആളുമാറിയവരെ പോലെ ആയിത്തീരണം. അതിനാ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കുന്നത്. ഇന്ന് രാത്രി കാലം യഹോവയുടെ ആത്മാവ് കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്ന് രാത്രി കാലം നമ്മുടെ ഇടയിൽ പാർത്തതായ ആ ദൈവവചനവും പരിശുദ്ധാത്മാവും ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അതുപോലെ ഇന്ന് രാത്രി കാലം ആ പരിശുദ്ധാത്മാവും വചനവും നമുക്ക് നൽകി തന്നിരിക്കുന്നത് എന്തിനാ? നമ്മുടെ ജഡം ബലപ്പെടുവാനല്ല, ആത്മാവിൽ നാം ശക്തിയുള്ളവരായി മാറണം. കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണമുള്ള
അത്യന്ത ശക്തിയാണ് നമ്മുടെ മൺകൂടാരങ്ങളിൽ യഹോവ പകർന്നിരിക്കുന്നത്. റൈജുഡിയ, അത് അറിയാത്ത എത്ര പേര് ഇതിനകത്ത് ഇരിക്കുന്നു. റൈലിബിഗിനിയ, തന്നതായ പരിശുദ്ധാത്മാവ് എന്തിനാണ് എനിക്ക് തന്നതെന്ന് പോലും അറിയാൻ കഴിയാത്ത അനേക വ്യക്തി ജീവിതങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. മിസ്രൈമിൽ ക്ഷാമം വന്നു. അത് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. റൈഗമൻ, അവിടെ മഹാക്ഷാമവും ഉറീഖവയസിയ കഷ്ടവും വന്ന് വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ പറഞ്ഞതായ വചനങ്ങൾ വായിക്കുമ്പോൾ, എന്നാല് വിറ്റുകളഞ്ഞതായ ജോസഫ്, റൈഖവന, റീവന, അവൻ മിസ്രൈമിൽ അല്ലെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ അധിപതിയായി തീരുകയാണ്. റൈഷക്രിയ, അതൊരു ക്രിയ പോലെ അവിടെ സംഭവിക്കുകയാണ്. റിഖവന, സഹോദരന്മാർ വിറ്റുകളഞ്ഞു. എന്തുകൊണ്ട് വിറ്റുകളഞ്ഞു? അവനൊരു ദർശനക്കാരനായതുകൊണ്ട്, അവൻ കണ്ടതായ ദർശനത്തെ അത് പറഞ്ഞതുകൊണ്ട്. ഇന്ന് രാത്രി കാലം നീ കാണുന്നതായ ദർശനങ്ങൾ എത്ര പേർക്ക് നിനക്ക് വിവരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്? പ്രിയ ദൈവ പൈതലേ, നിനക്കതിന് പ്രാപ്തിയുണ്ടോ? റൈന ഗാസിയ, അതെ, നീ ദർശനം കാണുന്നുണ്ട്. ലൈപ്രിയ, സംഭ്രുവ, മാത്യു, ഇതിനകത്ത് മാത്യു എന്ന് പറയുന്ന ദൈവദാസൻ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായി സംസാരിക്കുക. അതെ, ജോയ് എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? സൂസൈ, റൈഖമന, ഏലിയാമ, റുയാനസേ, ബിന്ദു, റിഖവയസേ, അതെ, കേൾക്കുന്നുണ്ടോ ഈ ശബ്ദം? നിനക്ക് ചിലതെല്ലാം കർത്താവ് നൽകി തരുന്നുണ്ട്. നീ പറയുന്ന അന്യഭാഷ മതി ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ. ദൈവദാസനെ, മാത്യു ദൈവദാസനെ, ബിജോയിയെ, ഇന്ന് രാത്രി കാലം നീ അന്യഭാഷ പറയുന്നത് എന്തിനാ? റൈഖോരിയ, ഉയാസ്മിയ, റോറിയ, ലുറിയന, ദബൗഡിയ, ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ ജീവനഘടകസ്യ, ജീവന്റെ വചനം ഇന്ന് രാത്രികാല ഹൃദയത്തിനകത്ത് കീറിമുറിക്കുന്നത് പോലെ ചില മാലിന്യങ്ങളെ പുറത്താക്കുവാൻ, ചില വ്യക്തി ജീവിതങ്ങളെ കഴുകേണ്ടതിന് മകനെ, ഇന്ന് രാത്രികാലം നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, അത് ചെയ്യേണ്ട ക്രിയകളെ ചെയ്തിട്ട് ജുഡിലിയാക്രമന, അത് ജീവന്റെ വചനമാണ്. ജീവനും ചൈതന്യവും നൽകുന്നതാ. അത് ആത്മാവിന്റെ പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് പിന്നെയും റൈഖോനിയ, റൗഡിയ, നീ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. റീബന, എന്നിൽ ഉളവാകുന്ന വചനങ്ങള് അനേകർക്ക് ജീവനും ചൈതന്യവും നൽകുന്നതാകണം. അതെ, ക്ഷാമകാലത്ത് പോറ്റുവാൻ തക്കവണ്ണം വരൾച്ചയുടെ അനുഭവത്തിലിരിക്കുന്നവരുടെ മേലെ ഓറിയ ഖനായ് ജി ലബുഗുഡിയ, അതെ, ഒരു വളർച്ചയില്ലാതെ മുരടിച്ചിരിക്കുന്ന വരൾച്ചയുടെ അനുഭവത്തിലിരിക്കുന്ന ചില ഹൃദയങ്ങളുടെ മേൽ, വിണ്ടുകീറിയിരിക്കുന്ന ചില ഹൃദയങ്ങളുടെ മേലെ ദൈവത്തിന്റെ ആത്മാവിന്റെ വചനത്തിന്റെ ശക്തി പുറപ്പെടേണ്ടതിന് ഇതിനകത്തിരിക്കുന്ന റോഡിരിയ ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുകയാണ്. ആ വചനത്തിന്റെ 12-ാമത്തെ വാക്യം, റൈബിനിയ, മിസ്രൈമിൽ ധാന്യമുണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 3-ാം പ്രാവശ്യവും അയച്ചു. 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യം ജോസഫ് തന്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ചു. ഇന്ന് രാത്രി കാലം ദൈവദാസന്മാരെ, ഇതിനകത്ത് 3, 4, 5, 6 ദൈവദാസന്മാരെ എടുത്തു കാണിക്കുക. മാത്യു, ജോയി, റീക്കി, ബിഡിയാംസി, ബിജോയി, റാഗ്നൈഷി, ശീർഷ പ്രൗഢിനിയ,
ഷിബു എന്ന് പറയുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടോ? ദിലീപ് ഷാ, സെഗ്നൈസി തോമസ്, റിമിലിയ ഷോ, ധൂത്തിരി ഹംട്രൗഡ, എൽബിനിയ ഔഹൈസിയ. ചില ഗുഹ പോലെ അകത്തടച്ചിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളായ ചില ദൈവദാസന്മാർ പാപത്തിന്റെ അടിമനുഖത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവും റീഖമന വ്യക്തമായി വിളിച്ചു പറയുക. നിന്റെ സമശിഷ്ടങ്ങൾ പോലെ, അല്ലെങ്കിൽ നിന്നിൽ നിന്ന് പ്രാപിച്ചതായ വചനവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പിന്നത്തേതിൽ അതെ തള്ളിക്കളഞ്ഞതുപോലെ, മുടിച്ചു കളഞ്ഞതുപോലെ, അത് പ്രയോജനം ചെയ്യാത്ത വിധത്തില്, നിന്റെ ഹൃദയത്തിന് ദുഃഖമേൽപ്പിക്കുന്ന വിധത്തില് ചില ദൈവദാസന്മാർ നിന്നിൽ നിന്ന് അകന്നു പോയിട്ട്, ഞാൻ ഈ പേര് വിളിച്ചതായ ദൈവദാസന്മാരെ, ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരെ, നിനക്ക് പ്രതികൂലമായി നിന്ന് നിന്നോട് വാദപ്രതിവാദം ചെയ്ത് വെല്ലുവിളിച്ച് കടന്നുപോയതായ ചില ദൈവദാസന്മാരെ ഗുഹയ്ക്കകത്ത് അടച്ചതുപോലെ പരിശുദ്ധാത്മാവ് ആക്കി വെച്ച സ്ഥാനത്തു നിന്ന് ഉദ്ധരിപ്പാൻ തക്കവണ്ണം നിന്റെ കണ്ണിൽ നിന്ന് ചില കണ്ണുനീർ തുള്ളികൾ അടർന്നു വീഴുവാൻ തക്കവണ്ണം നിന്റെ കണ്ണിനെ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. റൈജന അത് മുഖാന്തരം അവർ കഷ്ടതയിലായെന്ന് അതെ മുടിഞ്ഞു പോകുവാൻ തക്കവണ്ണം കാരണമായി തീർന്നെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുക. അതേ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേട്ടിട്ട്, മഹാകഷ്ടത്തിലും അതേ ക്ഷാമത്തിലും മിസ്രൈമിൽ റിമന ധാന്യമുണ്ടെന്ന് കേട്ടിട്ട് വാങ്ങുവാനായി അല്ലെങ്കിൽ ശേഖരിപ്പാനായി തന്റെ വിറ്റ് കളഞ്ഞതായ സഹോദരന്മാരെ, ഞാൻ വചനത്തിലോട്ടൊന്നും ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാം വചനം പ്രസ്താവിക്കുന്ന ആൾക്കാർ. റൈബന, എനിക്ക് പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗം മാത്രം നിങ്ങളുടെ മുൻപിൽ പറയുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കയാ. കനോറിയ ലൈമിനിയ അസ്കൊറിയ ലൈബന ഉഠിയാര ബൗഢ. ഒരു സിംഹാസനത്തിലിരിക്കുന്നവൻ ഒരു നിയമം പുറപ്പെടുവിച്ചാൽ, ഒരു ഉത്തരവ് കൽപ്പിച്ചാൽ, അതിൽ നിന്ന് തെറ്റിയഴിയുവാൻ ആ ദേശത്തിലെ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് കഴിയുമോ? റബാസ് അതേ സ്വർഗത്തിൽ അധികാരമുള്ളവൻ, അവന്റെ ചെങ്കോൽ നിന്റെ നേരെ നീട്ടിയാൽ, ആ ചെങ്കോൽ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചാൽ, അത് ചെങ്കടലിനെ വിഭാപിപ്പാൻ മാത്രമല്ല അധികാരത്തിന്റെ വടി. റൈക്കമന, നിനക്ക് എതിരായി വരുന്ന സകല എതിരുകളെയും തച്ചുടയ്ക്കുവാൻ, തകർത്ത് കളയുവാൻ ആ അധികാരത്തിന്റെ വടി നിനക്ക് ഗുണം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തമായി ചില വ്യക്തി ജീവിതങ്ങളെ അതേ പ്രബോധിപ്പിക്കുക. നിയമപരമായിട്ട് ചില കാര്യാധികളുടെ മുൻപിൽ തകർന്നിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം വിളിച്ചു പറവാൻ പറയുന്നു. റൈബിനിയ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. അവർ തമ്മിൽ പറഞ്ഞൊക്കട്ടെ, ഗൂഢാലോചന നടത്തട്ടെ. റോയിസിയ, ഇതിനകത്ത് റോസമ്മ എന്ന് പറയുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടോ? ലില്ലിക്കുട്ടി എന്ന് പറയുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഏലിയാമ്മയെ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുകയാ. അതിന്റെ 9ാമത്തെ വാക്യം, റൈസിയ റൂഖമന, പിന്നെ റിഖവല യസിയ, അതേ ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞു. തന്റെ സഹോദരന്മാർ അവനെ വിറ്റ് കളഞ്ഞു. റിഖമന 105 സങ്കീർത്തനത്തിന്റെ 17ാമത്തെ വാക്യം, അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു, ജോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ഇന്ന് രാത്രി കാലം യാസ്മിയ, ഏലിയാമ്മയെ, റൈഷ, പാനബ, ദൂഖിനിയ, ദുലിയാഷ, ദീഷിയ, ഷൈനി എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുവോ? റൈജന, സുമറിയ, ലൗഡ, അതേ സുമ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ?
സുനിത എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ഈ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ക്രിയ നടത്തേണ്ടതിന്, റുയാഖെ ചെങ്കോൽ നീട്ടേണ്ടതിന്, ഉറിയ ദീസിയ റുബി ക്ഷാമം വരുമ്പോൾ കൊടുക്കാൻ തക്കവണ്ണം നിന്റെ മേല് എന്താണ് നിക്ഷേപമായിട്ടുള്ളത്? ഇന്ന് രാത്രി കാലം ഒന്ന് ചിന്തിക്കുക. ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം വിളിച്ചു പറവാൻ പറയുന്നു. കോറിയന ബൗഡ ധികാർത്തിയന ബുധാരിയ. ദിനം തോറും പുതുകി വരുന്ന കൃപ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നീ എന്തു ചെയ്യുന്നു? കൊറിയന ബൗഡ. അവന്റെ ശബ്ദം കേൾക്കുന്നുവോ? അവന്റെ വചനത്തെ ധ്യാനിക്കുന്നുവോ? നിന്റെ ഹൃദയത്തിൽ അവന്റെ വചനത്തെ സംഗ്രഹിക്കുന്നുവോ? യവനക്കാരായിട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഇന്ന് രാത്രികാലം നിങ്ങളോടാ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ജയിത്തം ചെയ്യാം. യഹോവയുടെ ആത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തമായി ചില വ്യക്തി ജീവിതങ്ങളെ നിഴലിടുകയാ, സ്പർശിക്കയാ. എത്ര പേർക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഇരിക്കുന്ന ഇരിപ്പില് ദൈവാത്മാവ് അത് തലമേൽ കൈയിടിനിയ കനല് കോരി ഇടുന്നത് പോലെ ചില പരിശുദ്ധാത്മാവിന്റെ അമിതമായ സാന്നിധ്യം ചില മൺകൂടാരങ്ങളിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അതെ പകർന്നുകൊണ്ടിരിക്കയാ. കൊറദിനിയ, നീ മൗനമായിട്ടിരിക്കരുത്. യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ പരിവർത്തിക്കുന്നത്. റൈജിയ, അത് കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണമുള്ളതാ. റൈഷറിയ റിബന റദകരിയ അതുരിയ റവാൽ ഗോരി കടകസ്യ ഉഡാരിവന ബൗഡിലിബികന റീച്ചകരകസ്യ. നീ എഴുന്നേൽക്കണം, നീ പണിയണം, നീ പുതുക്കം പ്രാപിക്കണം. റുയസി, ആത്മാവിലുള്ള പുതുക്കം, വചനത്താലുള്ള പുതുക്കം. റിഗനൈസി, നിന്റെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. റൈബന, അതിൽ എണ്ണ തീർന്നു പോകരുത്, വറ്റിപ്പോകരുത്. റുബിയ ആസാരി ഖോനറിയ റുമൈ ജിലാർക്കിനിയ റൗഡിനിലേഖന. അതെ, നിന്നെ വേർതിരിച്ചിരിക്കുന്നത് നീ ഇന്ന് രാത്രി കാലം റൈഖമന തൂരിജഗനസ്യ റഖിലിമിരി ഗിനൗറിയ. ഏത് കൂട്ടത്തിലാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയാണോ? എണ്ണത്തിൽ കുറവായവരുടെയാണോ? അതെ, അധികമായിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ഇന്ന് രാത്രികാലം അവനവനെ പരിശോധന ചെയ്താട്ട് മിസ്രൈമിയൻ റൈഖമന ഫറവോന്യ ശക്തികൾ റൈഖവയസേ ഓറിയാൻ ഭാനവടയസേ. അതെ, പലവിധമായ പ്രതികൂലങ്ങളിൽ കടന്നുപോയ ജോസഫ്, നമുക്കറിയാം എന്തെല്ലാം പ്രതികൂലത്തിൽ കൂടിയാണ് ജോസഫ് കടന്നുപോയതെന്ന്. റൈബിനസി, അതെ, അബ്രഹാമിനോട് കർത്താവ് അരുളി ചെയ്തു, നിന്റെ തലമുറയെ ഞാൻ അന്നൊരു വാഗ്ദത്ത സന്തതി ജനിച്ചിട്ടില്ല. റൈബിനി ഹറഹട്ടകസിയ, അതെ, വാഗ്ദത്ത സന്തതി ജനിക്കുന്നതിന് മുന്നെയാ പറഞ്ഞത്, നിന്നെ അവർ റബ 40 വർഷക്കാലം റൈഖമൻ അടിമകളായി തീരുമെന്ന്. റൈച്ചക്രിയ ലമൗഢ്യ. ഇന്ന് രാത്രികാലം ചില കൽപ്പനകളെ, ചില അറിയിപ്പുകളെ നമുക്ക് തരുന്നത് നിന്റെ മുൻപിൽ വന്നു ഭവിക്കുന്നതിന് മുന്നേ. അതെ, ക്ഷാമം നമ്മുടെ മുൻപിൽ കടന്നു വരും, വരൾച്ച നമ്മുടെ മുൻപിൽ കടന്നു വരും. റീഖമന, നിന്റെ കീശയിൽ ഒന്നുമില്ലാതിരിക്കും. റൈജന, എന്നാൽ തന്ന ഒന്നുണ്ട്. റിബന, വിശ്വസ്തത, അത് നിന്നിൽ നിന്ന് ചോർന്നു പോകട്ടെ. റീഖമന, അത് ചോർന്നു പോകാതെ, വിശുദ്ധി നിന്നിൽ നിന്ന് ചോർന്നു പോകരുത്. റൈഖോലിയ റുഖൈന റൈസോൾ ഡി ചിബായ് സി, നിനക്ക് തന്ന ദർശനം നിന്നിൽ നിന്നും മാറിപ്പോകരുത്. ക്ഷാമം വരുമ്പോൾ, റിഖമന മഘ കഷ്ടത വരുമ്പോൾ, ജൂഡിലിയ, അതേ, ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവം സ്തെഫാനോസിനെ നോക്കിയാട്ടെ. ഇതിന്റെ 7-ാം അധ്യായത്തിന്റെ തുടക്കത്തിലും 6-ലുമെല്ലാം സ്തെഫാനോസ് പരിശുദ്ധാത്മാ പൂർണ്ണനായി അല്ലെങ്കിൽ നിറഞ്ഞവനായി, അവനെ പരിശുദ്ധാത്മാവിനാൽ അതെ 12 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരു വ്യക്തിയാണ്. റീഖമന, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. കഷ്ടത വന്നു, അവരെ പിടിച്ചു കെട്ടി കല്ലെറിയുവാൻ വന്നു നിന്നപ്പോഴും അവന്റെ കണ്ണ് സ്വർഗത്തിലേക്കായിരുന്നു.
റൈ അവൻ കാണുകയാ ദർശനത്തെ. ദുടിയമന ബ്രാ, നിന്റെ മുൻപിൽ ഒരു കഷ്ടത വരുമ്പോൾ നീ എന്ത് കഷ്ടതയെ കാണുമോ? നീ സ്വർഗത്തിലേക്ക് നോക്കി ദർശനത്തെ കാണുമോ? ഞാൻ വചനത്തിന്റെ ഒരു ഭാഗം പോലും ഞാൻ തൊട്ടിട്ടില്ല. റബാഷീസ് ദൈവദാസന്മാരെ, ഇന്ന് രാത്രി കാലം നമുക്കൊരു വർഷം അതേ കർത്താവ് പിന്നെയും നീട്ടിത്തന്നു. ലജ്ജടിയ എന്തിനാ? ദൈവദാസിമാരെ, അനേക ദൈവദാസിമാർ ശുശ്രൂഷ ചെയ്യുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ജലിയനതബൗണ്ട ദർശനമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അന്യഭാഷ വരങ്ങളുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. റൈബന ഭാഷ വ്യാഖ്യാനമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അത് ആർക്കെല്ലാം പ്രയോജനം ചെയ്യുന്നു? റബൽ ജൂഡിലിയ അസ്ക്രിയ, അത് ജൂതന്മാർക്കാണോ? സ്വന്തം ജനത്തിനാണോ? അന്യജാതിക്കാർക്കാണോ? റബന, അതോ വിറ്റ് കളഞ്ഞവർക്കാണോ? അതോ കാരാഗ്രഹത്തിനകത്താണോ? ഉറിയം സി മിസ്രൈമിയന്റെ അല്ലെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിനകത്താണോ? രാത്രികാലം ഇതിനകത്തിരിക്കുന്ന അവനവനെ ശോധന ചെയ്യണം. തന്നത് റൈക്കമന, ആ നിക്ഷേപം, ആ വചനം റൈക്കമന, അതിന്റെ ശക്തി എത്രത്തോളം ആഴത്തിൽ എന്നിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് ആർക്കെല്ലാം പ്രയോജനം ചെയ്യുന്നു? അന്യജാതിക്കാർക്കാണോ? സ്വന്തം ജനത്തിനാണോ? റൈമന, അതോ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലാണോ? റൈസിയ, ഇതിന്റെ നടത്തിപ്പുകാരിയായ ദൈവദാസിയോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം വിളിച്ചു പറവാൻ പറയുന്നു. ഗോർദലിയ റബന, ദൈവമാണ് വേർതിരിച്ചത്. റിബനായി, നിന്നെ വിളിച്ചതല്ല. റബന, മുദ്രയിട്ടതാ. ലൈബന, വെറും വിളിയല്ല, നിന്നെ മുദ്രയിട്ട് വിളിച്ചിരിക്കയ. ആ മുദ്രയെ പൊട്ടിക്കുവാൻ. എന്തിന്റെ മുദ്ര? മുദ്ര പതിച്ചവരെയാണ്. അതെ, വേർതിരിച്ച് കുഞ്ഞാടിന്റെ കല്യാണത്തിനായി അതെ റൈലഗഡ തേജസ്സിന്റെ വസ്ത്രമണിയിപ്പിച്ച് ഖനോറിയ ലബനായി സീ കന്യകയായി ലൈബന കൊടിയാര ഗാംസിയ റോ, അത് കല്യാണത്തിനായി ഒരുക്കി കൊണ്ടുപോകുന്നത്. ഫാൻചിരിയ ബ്രബച്ചിരിയ റിമിനിയർദോൽ ദോ ചഹസിലിയം പ്രൗഡേ. മകളെ, നീ കരയുന്ന കണ്ണുനീരിന് മറുപടിയുണ്ട് നിശ്ചയം. ഓൾഡരിയ, ഇതിന്റെ നടത്തിപ്പുകാരിയായ ദേവദാസിയോടാ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നത്. അബ്രഹാമിനെ ഒന്ന് നോക്കിയാട്ട, വിളിച്ച വിളിക്കൊത്തവണ്ണം, വിശ്വസിച്ച വിശ്വാസത്തിനൊത്തവണ്ണം അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു. റൈബന, അതിന്റെ മുൻപില് അവൻ വർഷക്കണക്കിന് കാത്തിരിക്കേണ്ടി വന്നു. റബജന, അതും നിറവേറിയപ്പോൾ ദൈവം ചോദിച്ചത് റിബന കൊടുക്കാൻ മടിക്കായിക കൊണ്ട്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ദൈവദാസിയെ ഇത് കേൾക്കുന്നുവെങ്കിൽ നിന്നോട് വ്യക്തമായി വിളിച്ചു പറയുകയാ, ജൈസിനിയ, നീ പരാജയപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. മാനുഷികമായ വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിലുണ്ട്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ. ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശുശ്രൂഷ മണ്ഡലങ്ങളില് നിന്നെ തന്നെ അത് പുറത്തു കൊണ്ടുവരാതെ വണ്ണം ബന്ധിക്കപ്പെടുന്നതായ ചില മാനുഷിക ബന്ധനങ്ങൾ, ബ്രൈപ്പന, അസൂയം പൂണ്ട് റെക്കമന വിടക്ക് കണ്ണു വന്നിട്ട് നിന്റെ ശുശ്രൂഷകളെ അപവാദം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ബന്ധിക്കപ്പെടുന്നതായ ചില മാനുഷികായ ബന്ധനങ്ങളെ ഇന്ന് രാത്രികാല കുരുക്കഴിക്കുന്നത് പോലെ നിന്റെ നടുവിൽ നിന്ന് കർത്താവ് നീക്കിക്കളകയ. ഒരു കാഴ്ച എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, ഒരു ദർശനം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു വല, അതിന്റെ കണ്ണികളെ കൂട്ടി യോജിപ്പിച്ചിട്ട് റൈക്കമനെ കെട്ടി കുരുക്കിയിട്ടിരിക്കുന്നത് പോലെ റിഖവയ ചില ബന്ധനങ്ങൾ നിന്റെ നടുവിലുണ്ട്. എന്നാൽ അതിന്റെ മുൻപില് ഒരു കത്രിക വന്നിട്ട് അതിനെ കഷ്ണിച്ചു കളയുന്നത് പോലെ, അല്ലെങ്കിൽ എവിടെയാണ് കുടുക്ക് കെട്ടിട്ട് കൂട്ടി വച്ചിരിക്കുന്നത്, ആരും തൊടാതെ ഒരു കത്രിക വന്നിട്ട് അതിനെ
വെട്ടിക്കളയുന്നത് പോലെ, പൊട്ടിച്ചു കളയുന്നത് പോലെ ഒരു ദർശനം എനിക്ക് കാണിച്ചു തരികയാ. റൈസി റബിനി സാ റബുനി ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? വയനാടിന്റെ ദേശത്തു നിന്ന് ഏതെങ്കിലും ദൈവദാസന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം നിന്റെ അതിർ വിസ്താരമാക്കുവാൻ പോകുകയാ. നീ വിതച്ചത്, നീ വാരി വിതറിയത് ഒന്നും നിർജീവമായി പോയിട്ടില്ല എന്ന് ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് വിളിച്ചു പറയുകയാ. ഗ്ലോറി കമന ദുറൈഷീസ്, ദുർദിവസങ്ങൾ നിന്റെ മുൻപിലുണ്ട്. നീ ഭയപ്പെട്ടു പോകരുത്, ഉറച്ചു നിൽക്ക. പ്രതിഫലം തരുന്നത് യഹോവ. റൈജിയ റുലിഖയാസ്, നീ ഇപ്പോൾ പ്രവർത്തിക്കുന്നതിന്റെ വടക്കോട്ട് മാറി 5-6 കിലോമീറ്ററിനകത്ത് ചില കുടുംബങ്ങളെ കൂടി നിനക്ക് ഞാൻ അവകാശമായി നൽകുവാൻ പോകുകയാ. കഷ്ടതയിലിരിക്കുന്ന, മഹാശോധനയിലിരിക്കുന്ന ചില കുടുംബ ജീവിതങ്ങളെ തകർന്നുപോയതായ, തമ്മിൽ യോജിക്കുവാൻ കഴിയാതെ വണ്ണം മരണത്തെ മാത്രം മുഖാമുഖം കണ്ട് റൈഗന എപ്പോൾ എങ്ങനെ ജീവിതം ഒടുക്കിക്കളയണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ അടുക്കൽ നിന്നെ ഞാൻ അയക്കുവാൻ പോകുകയാ. ഗ്രോഡിലിയ പുനലൂരിന്റെ ദേശത്തു നിന്ന് അതിന്റെ 6-8 കിലോമീറ്ററിനകത്തു നിന്ന് ഇതിനകത്തിരിക്കുന്ന 4 വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു. നീ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഇന്ന് രാത്രികാലം വ്യക്തമായി പരിശുദ്ധാത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു. യഹോവ ഇരേ, അതെ യഹോവ കരുതിക്കൊള്ളും. റൈജി, നിനക്ക് വേണ്ടുന്നത് എന്താണോ അത് യഹോവ കരുതിക്കൊള്ളും. മക്കളെ ഓർത്ത് കരയുന്ന 2 അമ്മമാരോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു. നിന്റെ മുൻപിൽ ക്ഷാമം വന്നോട്ടെ, സഹോദരന്മാർ നിന്നെ വിറ്റുകളഞ്ഞോട്ടെ. റൈഗനസിയ ലോറിയ, ആരും അസൂയ പൂണ്ട് നിന്നെ അടുപ്പിക്കാതിരിക്കട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, പ്രായത്തെ ചൊല്ലി നീ പലപ്പോഴും ആകുലപ്പെടുന്നുണ്ട്. ഓ ജീവനീസി, ശരീരത്തിൽ പല ദണ്ഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നെ ആരും സഹായിപ്പാനില്ല എന്ന് നീ പലപ്പോഴും വ്യാകുല ചിത്തയായി തീർന്നു നിരാശപ്പെട്ട് ഹൃദയം വിങ്ങാറുണ്ട്. ബോണ്ടരിയ യോസ്മിയ അതിന്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരം പറയാണ്. 2-ാം പ്രാവശ്യം ജോസഫ് തന്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ചു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുന്നതായി ചില നിയമങ്ങൾ, ചില വചനങ്ങൾ ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയത്തിൽ നിക്ഷേപമായി എണ്ണുക. 2 കാശിട്ട വിധവയെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ഇല്ലായ്മയുടെ മുൻപില് ചില കരങ്ങളെ നിനക്കായി ഞാൻ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. നീ കരയുന്ന കണ്ണുനീരിന് മറുപടി ലഭിച്ചു കഴിഞ്ഞു. ഗ്ലോറി കമായിസേ, ഇതിനകത്ത് ബൈസ്ക്രിയ ഇപ്പോൾ തന്നെ ചില ക്രിയകൾ നടക്കുകയാണ്. 7, 8, 10, 12, 14 വ്യക്തി ജീവിതങ്ങളുടെ മേലെ, ചില രോഗാത്മാക്കളുടെ മേലെ കർത്താവ് ഇന്ന് രാത്രി കാലം അത് സൗഖ്യം അയക്കുവാൻ പോകുകയാണ്. ബ്രൈഷ്യ, നീ രോഗത്തിന് അടിമയായി തീരുവാനല്ല, മരുന്ന് കഴിച്ചിട്ട് നിനക്ക് സൗഖ്യം കിട്ടാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ മുൻപില് കർത്താവ് ഇന്ന് രാത്രി കാലം നീ സൗഖ്യദായകനായി തന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനം ഔഷധമായി, ലേപനമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ്. ഗ്ലോറിയാനദ ബൗഢ്യ ദിഗർദിലിയ ഷൗഡാരിയ. ഇതിനോട് ചേർന്നല്ല ഒരു വചനം എനിക്ക് തരുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ചില വ്യക്തി ജീവിതങ്ങളോട് സംസാരിക്കുന്നതാ. ആ വചനം ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി കാലം വിടുതല. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഈ അനുഭവത്തിലിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട്
പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുക. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നോട് വചനം പറഞ്ഞ് ചില കാര്യാദികൾ പറയുവാൻ മാത്രം പരിശുദ്ധാത്മാവ് എന്നോട് ആജ്ഞാപിക്കയാ, പ്രബോധിപ്പിക്കയാ. അതിന്റെ വാക്യം ഇങ്ങനെയാ: സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. നിന്റെ ഹൃദയം എപ്രകാരമായിരിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന, ശോധന ചെയ്യുന്ന ദൈവാത്മാവ നിന്നോട് സംസാരിക്കുന്നത്. നീ ഇതെല്ലാം അനുഭവിച്ചിട്ടും ശകാരം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്ന ഹൃദയമേ, നാവേ, നിന്നെ കർത്താവ് അനുഗ്രഹിക്കാതിരിക്കുമോ? ഓ ഡിലിയ ദുരീഷ. ചില പ്രായമുള്ള ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുകയാ: നിന്റെ കണ്ണുനീര്, നിന്റെ മുറവിളി, ഓ ബെസ്കിയ, നീ രാത്രികാലങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ദൈവദാസന്മാർക്ക് വേണ്ടിയും ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഗോണ്ടിയ ജീവന നിന്നു പോകരുത്, കുറഞ്ഞു പോകരുത്. ഓഖ, എഴുന്നേറ്റ് പണിയുന്ന വ്യക്തി ജീവിതങ്ങളെ, പ്രിയ മാതാക്കളെ, സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ദേശത്തിന് വേണ്ടി നീ കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, ഗ്ലറിയനദബാവു, അത് മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ ദയ, അവന്റെ കരുണ. നിന്റെ കണ്ണുനീര അതിന് പ്രതിഫലമായിട്ട് കർത്താവ് കാണുന്നത്. ദൈവദാസനെ, നിന്റെ കണ്ണുനീര് കർത്താവിന്റെ കരത്തിലും അവന്റെ തുരുത്തിയിലുമാ. ദൈവ പൈതലെ ബിഡാരിയ, നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം അവന്റെ കാതുകളിലാ മുഴങ്ങുന്നത്. ഗ്ലോറി ദബനായി സീ റൈസിയ, എന്റെ മേൽ ഒരു ആത്മാവിന്റെ പരിവർത്തനം ഇങ്ങനെ എന്റെ തലമേൽ കവിയുന്നത് പോലെ ഞാൻ അനുഭവിക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്? നാം മുഖാമുഖം കണ്ടുവെങ്കില് ഇന്ന് രാത്രികാലം അത് പകരപ്പെടുന്നതായി, ഒഴുകപ്പെടുന്നതായി മാറുകയാ. ഹെർമോനിയ മഞ്ഞു പോലെ ഒറിയങ്കല ഗുഡരിയ രബൌട്ട് അത് ഒഴുകുകയാ. റിയാന, അതെ, പീശോനിൽ നിന്ന് ഒഴുകിയ നദിയുടെ വ്യാപാരം പലയിടങ്ങളിൽ അത് ഒഴുകപ്പെട്ടതുപോലെ ഗ്രീയമന അതിനകത്തുനിന്ന് ചില ക്രിയകൾ നടന്നുവെങ്കില് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനാൽ നിയോഗം പ്രാപിച്ചതായ ചില പോഷക ഗുണങ്ങൾ ചില ആഹാരത്തിൽ നിന്ന് ശരീരം ഉൾക്കൊള്ളുന്നത് പോലെ എന്റെ ആത്മാവിനാൽ റബനസേ, അതെ, എന്റെ ആത്മാവിനാൽ ചിലരെ എല്ലാം ഞാനിതാ മുദ്രയിടുകയാ. റൈചക്രിയ ലബനഘടകസ്യ, ഒരു ചക്രമണം, അതല്ലെങ്കിൽ ഒരു ചാല് ഇങ്ങനെ ഒഴുകപ്പെടുന്നത് പോലെ ആത്മാവിന്റെ ഒരു പരിവർത്തനം ചില വ്യക്തി ജീവിതങ്ങളുടെ മേലെ ഇതുവരെ അനുഭവിക്കാത്തതായ ചില അനുഭവങ്ങളിൽ കൂടി ഇന്ന് രാത്രികാലം നീ പ്രാപിച്ചെടുക്കുകയാ. വ്യക്തിപരമായിട്ട് അത് അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ക്രബസി, നിങ്ങളുടെ അതെ ശബ്ദം മുഴങ്ങട്ടെ, ദേശം അത് അറിയട്ടെ, അറിയകല പട്ടണങ്ങൾ അത് അറിയട്ടെ, നഗരവാതിലുകൾ അത് അറിയട്ടെ. അടയ്ക്കപ്പെട്ടതായ ചില വാതിലുകളുടെ മുൻപിൽ ആ ശബ്ദം പുറപ്പെടട്ടെ. മരുഭൂമിയിലെ മസാനാളില് ഹൃദയങ്ങളെ കഠിനമാക്കുന്നത് പോലെ കഠിനപ്പെട്ടിരിക്കുന്ന ചില ഹൃദയങ്ങളുടെ മേലെ ആ ശബ്ദം മുഴങ്ങട്ട പെരുമ്പറ പോലെ. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുന്ന ഓറിഗനായി സിഗ്നാറിയ ചില അടയാളങ്ങളായി അത് മാറ്റപ്പെടട്ടെ. ലുധിയുടെ ഹൃദയം തുറന്നതുപോലെ പാട്ടുപാടി കൊയർ നടത്തിയതായ ദൈവദാസനെ നിന്നെ ആരും അറിയാതെ പോകുമ്പോൾ, നിന്നെ ആരും കാണാതെ പോകുമ്പോൾ നിന്റെ ശബ്ദം യഹോവയ്ക്ക് പ്രസാദമുള്ളത്. അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നത്. റൈഖമന മരുഭൂമിയില് റിബന നീരുറവകളെ തുറക്കുന്നതെന്ന്. ചില ഹൃദയങ്ങൾ മരുഭൂമി പോലെ ഇരിക്കുന്ന ചില ഹൃദയങ്ങളുടെ മേലെ നീരുറവയായി അത് ഒഴുക്കപ്പെടുവാൻ പോകുകയാ നിന്റെ ശബ്ദം. റജഗരിയ
ചില ബോണ്ടുകൾ പതിപ്പിക്കുന്നത് പോലെ നക്ഷത്രമിട. എന്നെ ആരൊക്കെ കാണുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണടച്ചിരിക്കുക. ഞാൻ ഇതിനകത്ത് കയറിയ സമയം മുതൽ ഞാൻ കണ്ണടച്ചായിരിക്കുന്നത്. ഇതിനകത്ത് എത്ര പേര് ഇരിപ്പുണ്ടെന്നോ ഇതിനകത്ത് ആരെല്ലാം ഉണ്ടെന്നോ എനിക്കറിയില്ല. എന്നാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓരോരുത്തരെയും ദർശിക്കുകയും അതെ തൊടുകയും ചെയ്യുകയാ. എനിക്കറിയില്ല, ഒഴുകുന്ന വചനവും ഒഴുകുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അനേകരുടെ മേല് അത് വ്യാപരിക്കയാ. റൈച്ചകലിയ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ റഷക്കൂരിയ ഉറിയം ലാർഹികമന ശത്രു അടച്ചതായ ചില വാതിലുകളുടെ മുൻപില്, അടഞ്ഞു പോയതായ ചില വഴികളുടെ മുൻപില്, റക്കമന മനുഷ്യൻ നിന്നെ തടഞ്ഞു വെച്ചതായ വഴിയെ തടസ്സം ചെയ്തതായ ചില തടസ്സങ്ങളുടെ മുൻപില്, ക്ഷാമത്തിന്റെ മുൻപില്, ഭൂകമ്പത്തിന്റെ മുൻപില്, റൈക്കമന അടഞ്ഞതായ ചില വാതിലുകളുടെ മുൻപില് ഇന്ന് രാത്രികാലം ദൈവവചനത്തിന്റെ ശക്തി, അതെ മിസ്രൈമില് മഹാക്ഷാമമുണ്ടായി. എന്നാൽ അവിടെയും ജോസഫിനെ കൊണ്ട് അധിപതിയാക്കി അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ജോൾഡിനിയ റബൗഡ ദബശാരികനസ്യ എങ്ങനെ കൊടുത്ത് കൃപയും ജ്ഞാനവും കൊടുത്ത് ദിബലിയ മിസ്രൈം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്ത് അവനെ മിസ്രൈമിനും തന്റെ സർവഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. ഇന്ന് രാത്രികാലം ക്ഷാമം വരുമ്പോൾ, നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെ വരുമ്പോൾ, ജൂലിഖനശി കൊടുക്കുവാൻ തക്കവണ്ണം, വിഭാഗിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, റൈജനസേ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുവാൻ, നീ ആരായിരിക്കുന്നുവെന്ന്, നിന്നെ എവിടെ വിറ്റ് കളഞ്ഞുവോ, നിന്നെ എവിടെ തള്ളിക്കളഞ്ഞുവോ, എവിടെ ഉപേക്ഷിച്ചു കളഞ്ഞുവോ, നീ കൊള്ളില്ല എന്ന് പറഞ്ഞു നിന്നെ മുടിച്ചു കളവാനായി ആരെല്ലാം പദ്ധതി തയ്യാറാക്കിയോ അവരുടെ മുൻപില് നീ അധിപതിയായിട്ട് നിന്ന് ഇതിനകത്ത് എത്ര പേരുണ്ട്? 45 പേരുണ്ടോ? 44, 38 അങ്ങനെ ഒരു അംഗസംഖ്യ കാണിക്കയ. ബ്രൈസി റുപ്പിനാദിയ ശെങ്കിരിയ റുബൽ. ചിലരുടെ വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ളതായി മാറ്റപ്പെടട്ടെ എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാ. എന്റെ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ അനേകരെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഇന്നു മുതൽ ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ക്രിയ ചെയ്യുമ്പോൾ, ഈ വചനം നീ കേൾക്കുമ്പോൾ, നിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അനേകർക്ക് ഉപ്പിനാൽ രുചി വരുത്തുന്നതാകണം. അത് കാരമില്ലാതെ പോയാൽ അനേകരെ മുറിവേൽപ്പിക്കും, കഠിനപ്പെടുത്തും, നൊമ്പരമായി തീരും. എന്നാൽ അത് രുചിയുള്ളതായി മാറിയാൽ ഏത് കാരാഗ്രഹത്തിൽ കിടക്കുന്നവന്റെ ഉള്ളത്തിന്മേലും എത്ര കഠിന ഹൃദയന്റെ മേലും അതിന് പരിവർത്തനമായി രൂപാന്തരം പ്രാപിക്കും. ഉറപ്പി ഞാൻ പറഞ്ഞു വിടുകയാ, വ്യക്തിപരമായിട്ടല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും രാത്രികാലം വ്യക്തമായി പരിശുദ്ധാത്മാവ് തൊടുകയാ. നമ്മുടെ മുൻപിൽ സമയം അധികമില്ലല്ലോ. പരിശുദ്ധാത്മാവ് എന്നെ നിർത്തുവാൻ പറയുമ്പോൾ ഞാൻ വേഗത്തിൽ നിർത്തും. 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഒരു പാട്ടിന്റെ 2 വരി പാടിയിട്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ പോകുകയാ. ഞാൻ വചനം ഒന്നും തൊട്ടില്ല, വെറുതെ വായിച്ചു വിട്ടതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എനിക്ക് നൽകി തന്ന വചനമാണ്. വചനം ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. ദൈവദാസന്മാർ ഇതിനകത്ത് നന്നായി വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാർ അനേകർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോന്റെ മുൻപാകെ
അവന് കൃപയും ജ്ഞാനവും കൊടുത്ത് അവനെ മിസ്രൈമിനും തന്റെ സർവഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രൈം ദേശത്ത് കനാലിലും എല്ലാ ക്ഷാമവും മഹാകഷ്ടവും വന്നാറേ. നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രൈമ്യർക്ക് ധാന്യമുണ്ടെന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 3-ാം പ്രാവശ്യവും അയച്ചു. റൈഖമന. അത് മാത്രം വായിച്ചു ഞാൻ നിർത്തുന്നു. 13 വരെയുള്ള വാക്യങ്ങളാ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് എന്നോട് വായിക്കാനായിട്ട് തന്നത്. ഞാൻ ഒന്നും പറഞ്ഞില്ല, വെറുതെ വായിച്ചത് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രികാലം ദൈവജനമേ, നാം കൂടി വരുന്നത്, നാം കേൾക്കുന്ന വചനം, പരിശുദ്ധാത്മാവ് നമ്മിൽ പകരുന്ന ശക്തി. റഗമന അതേ സ്തഫാനോസിന്റെ ഒരു പ്രസംഗമാണ്. അതല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടവനായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവനെ തിരഞ്ഞെടുത്തതാ പരിശുദ്ധാത്മാവ്. അവനെ ശിഷ്യന്മാരുടെ ഗണത്തിൽ അവനെ തിരഞ്ഞെടുത്തതാ. എന്നാൽ അവൻ രക്തസാക്ഷിയായി കല്ലെറിയപ്പെട്ടവനായി, റിഖമന ജനത്താൽ പിടിക്കപ്പെട്ടവനായി, അവൻ അവിടെ തന്നെ മുടിച്ചു കളവാൻ തക്കവണ്ണം അഭിഷേകത്താൽ നിറയപ്പെട്ടതായി. നാം പലതും ചെയ്യാനായി വരുമ്പോൾ ശത്രു നമ്മുടെ നേരെ പല കെണികളും കുടുക്കുകളും, അതെ, ബന്ധനങ്ങളാലും വാക്കുകളാലും കുടുക്കുകളാലും ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ കല്ലെറികളാലും മുന്നോട്ട് വരുമ്പോൾ അതിന്റെ മുൻപിൽ തകർന്നു പോകാതെ, ഫറവോന്റെ കൊട്ടാരത്തിനകത്താണ് നമ്മെ കൊണ്ടുപോയി അനുഗ്രഹിക്കേണ്ടതെങ്കില് നീ പൊട്ടക്കണറ്റിൽ വീഴാതെ, റബന നിന്നെ വിറ്റുകളയാതെ, നീ കാരാഗ്രഹത്തിനകത്താകാതെ, പൊത്തിഫോറിന്റെ ഭവനത്തിനകത്താകാതെ നിനക്ക് ഒരു ഉയർച്ച വരികയില്ല എന്ന്, ഒരു നല്ല സ്ഥാനം ലഭിക്കയില്ല എന്ന് കർത്താവ് കണ്ടാൽ എങ്കിൽ മാത്രമേ നമ്മുടെ പ്രശസ്തി, അതല്ലെങ്കിൽ അറിയപ്പെടുന്ന വിധത്തില് സഹോദരന്മാര് അടുക്കൽ വന്ന് നമസ്കരിക്കത്തക്ക നിലയിൽ ദർശനങ്ങൾക്ക്, അതാ പറഞ്ഞ ദർശനങ്ങൾക്ക് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. വരും, താമസിക്കയില്ല, നിശ്ചയം. അറബന ഈ നാളുകളിൽ നമുക്ക് തന്നതായ ചില വാഗ്ദത്തങ്ങൾ, ദൈവദാസന്മാരെ നിങ്ങളുടെ തലമുറകൾക്ക് കൊടുത്തതായ ചില വാഗ്ദത്തങ്ങൾ, ദൈവ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അതെ പ്രവാചകന്മാരിൽ കൂടിയും വചനത്തിൽ കൂടിയും നൽകി തന്നതായ ചില പ്രവചന സത്യങ്ങൾ റബാനസെ മുറുകെ പിടിച്ചുകൊണ്ട് കാന്തന്റെ വരവ്, നിത്യത, റൈബന നിന്റെ വിളക്ക്, റഗിമിനിയസേ, അതെ ജൂഡിലി ബിഗിനൗസി, പലതും പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്ക് തന്നതായ കോടാലി റൈബനസേ, നിനക്ക് നൽകി തന്നതായ ഡോലോറിയ ചില കാര്യാദികൾ നിന്നിൽ നിന്ന് നഷ്ടമായി പോകരുത്. അതാരും അപകരിച്ചു കളയത്. ചിലപ്പോൾ മാനുഷിക വാക്കുകളാകാം, ചിലപ്പോൾ ആരിൽ നിന്നുള്ള ഉറിഖമന മുന്നോട്ട് പോകുവാൻ കഴിയാതവണ്ണം നിന്നെ തടസ്സപ്പെടുത്തുന്നതാകാം, ചിലപ്പോൾ കുത്തുകൊണ്ടതുപോലെ മനം കലങ്ങിയതായ അനുഭവങ്ങളാകാം, ചിലപ്പോൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നു ഭവിച്ചതായ കഷ്ടതകളാകാം, ചിലപ്പോൾ ഭവനത്തിന് അകത്തു നിന്നുള്ള പ്രതികൂലങ്ങളാകാം. ഇതൊന്നും കണ്ട് ഭയപ്പെട്ടു പോകാതെ ഉറച്ചുവന്ന് യഹോവയുടെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ ആത്മാവിനാൽ നാം എഴുന്നേൽക്കുകയും നിയോഗപ്രകാരം നാം ആയിത്തീരുകയും ചെയ്യുന്നുവെങ്കില് പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിന്നുകൊണ്ട് പലതും അതേ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ, അനേകർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് പിന്നെയും ജോസഫിനോട് കൃപയും ജ്ഞാനവും കൊടുത്ത് അവനെ നിർത്തിയതുപോലെ കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത പരിശുദ്ധാത്മാവ് വചനം പിന്നെയും നമ്മെ ക്രിയ നടത്തി മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ദൈവകൃപ നമ്മുടെ മേൽ പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാത്രികാലം ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ എന്നെ ശ്രവിച്ചതായ, എനിക്ക് സമയം അനുവദിച്ചു തന്നതായ ഓറിഖമന എല്ലാവർക്കും, പ്രത്യേകിച്ച് ദേവദാസിക്കും കുടുംബത്തിനും ഈ രാത്രികാലം ഒരിക്കൽ കൂടി ദൈവനാമത്തിലുള്ള വ്യക്തിപരമായ എന്റെ നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു പാട്ടിന്റെ 2 വരി പാടിയിട്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാ. ഇന്ന് രാത്രികാലം ദൈവം ധാരാളമായി
നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ, നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം മീറ്റിങ്ങുകളെ അനേകർക്ക് ഗുണകരമാക്കി തീർക്കട്ടെ. അനേക ഇടങ്ങളിൽ നിന്ന്, അനേക പട്ടണങ്ങളിൽ നിന്ന്, അനേക രാജ്യങ്ങളിൽ നിന്നല്ല ഇതിനകത്ത് അനേകർ സംബന്ധിക്കുവാൻ തക്കവണ്ണം, അത് കൂടി വരുവാൻ തക്കവണ്ണം പിന്നെയും കർത്താവ് മുഖാന്തരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട്, അവനെനിക്കായി കരുതിടുമ്പോ ഞാൻ എനിക്കായി കരുതണമോ, എന്നെ നടത്തുന്ന വിധങ്ങളോർത്ത എന്നാലുരയ്ക്കുവാൻ സാധ്യമാകോ, സ്തുതിച്ചാർക്കുക നീ മനമേ, പാടി വാഴ്ത്തുക എൻ പരനേ, എന്റെ സർവാന്തരംഗാവുമേ, തന്മയെ ഓർത്തിടുക, സ്തുതിച്ചാർക്കുക നീ മനമേ, പാടി വാഴ്ത്തുക എൻ പരനേ, അവനെനിക്കായി ചെയ്തിടുന്ന എല്ലാ നന്മകൾ ഓർത്തുകൊണ്ട് സ്തുതിച്ചാർക്കുക നീ മനമേ, പാടി വാഴ്ത്തുക എൻ പരനേ. ദൈവം ധാരാളമായി നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് 2 തലമുറകളുണ്ട്, 2 പേരും വിദ്യാഭ്യാസം ചെയ്യുന്നവരാ. ഞങ്ങൾക്കൊരു ചെറിയ പ്രവർത്തനമുണ്ട്. ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, പ്രവർത്തനങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന്. നിങ്ങളെയും ഞങ്ങൾ ഓർത്ത്, ഇതിനകത്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കഴിയില്ല എങ്കിലും, നീ ഇതിനകത്തായിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് വ്യക്തിപരമായി അറിയില്ല എങ്കിലും, എന്റെ പ്രാർത്ഥനയില് ഇതിനകത്തായിരിക്കുന്ന, കൂടി വരുവാൻ കഴിയുന്ന എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെ ഓർക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.